അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് അമ്മാ ബഅദ്. ബഹുമാന്യ സഹോദരന്മാരെ, സന്ദർഭോചിതമായ വിഷയവുമായിട്ടാണ് ഞാനിപ്പോൾ നിങ്ങളെ സമീപിക്കുന്നത്. മാനവകുലത്തിന് അനുഗ്രഹമായി നിയോഗിതനാണ് പ്രവാചകനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. അപ്പോൾ മാലോകർക്ക് മുഴുവൻ, മാനവകുലത്തിന് മുഴുവൻ അനുഗ്രഹമാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അനുഗ്രഹീതനായ മനുഷ്യൻ്റെ ജന്മമാസവുമായി ബന്ധപ്പെട്ട റബീഉൽ അവ്വലിലാണ് നമ്മളുള്ളത്. മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതി ചരിത്രകാരന്മാരെ ഏതാണ്ട് എല്ലാവരും രേഖപ്പെടുത്തിയിരിക്കുന്നത് റബീഉൽ അവ്വൽ 12 എന്ന് തന്നെയാണ്. അപ്പോൾ പല ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയത് എങ്ങനെയാണ്, പക്ഷെ അതിൽ സംഭവിച്ച ഗുരുതരമായ അബദ്ധങ്ങളുണ്ട്. ചരിത്രപരമായി വലിയ അബദ്ധങ്ങൾ അതിൽ വന്നിട്ടുണ്ട്. ആ അബദ്ധങ്ങൾ ഇന്നത്തെ ശാസ്ത്രീയപരമായ കണക്കനുസരിച്ചും കൃത്യമായ അറിവനുസരിച്ചും നമുക്ക് തിരുത്താവുന്നതാണ്. കൃത്യമായ ചന്ദ്രമാസ കലണ്ടറിലൂടെ മാത്രമാണ് അത് നമുക്ക് സാധിക്കുകയുള്ളൂ. ആനക്കലാഹ വർഷം എന്ന് പറയുന്ന ആമുൽ ഫീൽ, ആ വർഷത്തിലാണ് പ്രവാചകൻ ജനിച്ചത്. ഈ ആമുൽ ഫീൽ സംഭവം നടന്ന 55-ാമത്തെ ദിവസമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. അത് യഥാർത്ഥത്തിൽ AD 570-ലാണ്. അപ്പോൾ 570-ലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. ശാസ്ത്രീയമായത് തെളിയിക്കാൻ കഴിയും. അറബികൾ എണ്ണി വന്ന് റബീഉൽ അവ്വൽ 12 എന്നാണ്. കാരണം യൂറോപ്യൻ ചരിത്രകാരന്മാരായ ആളുകൾ, പ്രത്യേകിച്ച് ചരിത്രകാരനായ കോസ്റ്റോ പെർസിവാൾ എന്ന് പറയുന്ന ആ ചരിത്രകാരൻ AD 571 ഏപ്രിൽ 20 എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അബ്ദുള്ള യൂസുഫ് അലി തൻ്റെ ട്രാൻസ്ലേഷനിൽ അതാണ് നൽകിയിട്ടുള്ളത്. സത്യത്തിൽ അത് ശരിയല്ല, 571 അല്ല. AD 570-ലാണ് പ്രവാചകൻ്റെ ജന്മം നടന്നിട്ടുള്ളത്. കാരണം ആമുൽ ഫീൽ നടന്നത് ആ വർഷത്തിലാണ്. ഈ യവന, ഗ്രീക്ക്, റോമ, പേർഷ്യ, ഈജിപ്ത്, പഴയകാല ഭാരതീയ കണക്കനുസരിച്ചൊക്കെ സന്ധ്യാസമയത്തെ അസ്തമന ചക്രവാള ചന്ദ്ര കല ദൃശ്യമായാൽ അത് മാസത്തുടക്കം എന്ന് കണക്കാക്കി വന്നിരുന്ന ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അത് റസൂൽ വന്നപ്പോൾ തിരുത്തിയിട്ടുണ്ട്. റസൂൽ പറഞ്ഞത് അതല്ല. റസൂൽ പറഞ്ഞത് എപ്പോഴാണോ ചന്ദ്രനെ കാണാതാകുന്ന ദിവസം അന്ന് മാസത്തിൻ്റെ അവസാന ദിവസമാണെന്ന്, പിറ്റേ ദിവസം നന്ദിയാണെന്നാണ്. ആ അവസ്ഥ യഥാർത്ഥത്തിൽ ചന്ദ്രനെ കാണുക എന്നുള്ളത് പ്രഥമ ചന്ദ്രനെ കാണൽ 1-ാം തീയതിയിൽ വൈകുന്നേരമാണ്. ആ 1-ാം തീയതി വൈകുന്നേരം കണ്ടിട്ട് നാളെ 1-ാം തീയതിയാണെന്ന് പറയുന്ന ഒരു അവസ്ഥയായിരുന്നു പണ്ട് അറബികൾ സ്വീകരിച്ചു വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ യൂറോപ്യന്മാർ വയസ്സ് സോളാർ സിസ്റ്റത്തിൽ കണക്കാക്കി, സൂര്യവർഷ കലണ്ടർ പ്രകാരം കണക്കാക്കി. അപ്പോൾ നബി 61 വയസ്സാണ് ജീവിച്ചതെന്ന് അവർ രേഖപ്പെടുത്തി. അപ്പോൾ അതിന് തത്തുല്യമായിട്ട് 63 വയസ്സെന്നാണ് നമ്മളുടെ ചന്ദ്രവർഷ പ്രകാരം കണക്കാക്കപ്പെടുന്നത്. കാരണം 354.367 ദിവസമാണ് ഒരു മാസത്തിൻ്റെ കൃത്യമായ ചന്ദ്രമാസ അളവ്. 354 ദിവസം അല്ലെങ്കിൽ 355 ദിവസം കണക്കാക്കണം. അപ്പോൾ അത് കണക്കനുസരിച്ച് എത്തിയിട്ടുണ്ടെങ്കിൽ 33 കൊല്ലം കൂടുമ്പോൾ ഒരു വർഷം കൂടും. സോളാർ സിസ്റ്റം പ്രകാരം 33 വർഷമാകുമ്പോൾ ലൂനാർ സിസ്റ്റം പ്രകാരം അതെന്തായി തീരും, ഒരു വർഷം കൂടും. അപ്പോൾ 63 വർഷം എന്ന് നമ്മുടെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തി. യഥാർത്ഥത്തിൽ 63 കൊല്ലമല്ല റസൂൽ സ്വല്ലല്ലാഹു ജീവിച്ചിട്ടുള്ളത്. കാരണം ചന്ദ്രവർഷ കണക്ക് പ്രകാരമേ അത് കണക്കാക്കാൻ പറ്റുള്ളൂ. റസൂലുള്ളാഹിൻ്റെ ഹിജ്റ, നമ്മൾ ഹിജ്റ വർഷം എന്ന് പറയുന്ന ചന്ദ്രമാസ കലണ്ടർ ഉണ്ടല്ലോ, ആ കലണ്ടർ പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 64 കൊല്ലം ജീവിച്ചിട്ടുണ്ട്. കാരണം നബിയുടെ ജനന തീയതി മുതൽക്ക് മരണത്തീയതി വരെയുള്ള ദിവസം എണ്ണിയാൽ 22,680 ദിവസം നബി ജീവിച്ചിട്ടുണ്ട്. 22,679.5 അര ദിവസം, ഒരു ദിവസമായിട്ട് കണക്കൂട്ടപ്പെടണം. അപ്പോൾ 22,680 ദിവസം നബി ജീവിച്ചിട്ടുണ്ട്. അതിനെ നിങ്ങൾ 354.367 കൊണ്ട് ഹരിച്ചു നോക്കൂ, കൃത്യമായിട്ട് 64 വയസ്സ് കിട്ടും. 64 വയസ്സ് തികഞ്ഞ അന്നാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത്. അപ്പോൾ ലോകം അറിഞ്ഞ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുമ്പോൾ ലോകം അറിയില്ല ഇങ്ങനൊരു മനുഷ്യൻ്റെ ജനനം. മറിച്ച് അത് അറിഞ്ഞത്, ലോകം അറിഞ്ഞത് എപ്പോഴാണ്? പ്രവാചകന്റെ മരണത്തോടു കൂടിയാണ്, വഫാത്തോടു കൂടിയാണ്. അപ്പോൾ ചരമദിനം യൂറോപ്യൻ ലോകത്ത് ആരും തെറ്റായി കൊടുത്തിട്ടില്ല. കാരണം ലോകം മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് നബി മരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണ തീയതി കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെപ്പോഴാണ്? അത് AD 632 ജൂൺ 8-ാം തീയതി തിങ്കൾ. AD 632 ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ചയാണ് പ്രവാചകൻ മരണമടഞ്ഞത്. അത് ഹിജ്റ പ്രകാരം ഇവർ കണക്കൂട്ടിയപ്പോൾ റബീഉൽ അവ്വൽ 12, ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ാം തീയതി എന്ന് രേഖപ്പെടുത്തി. ഈ 2 ദിവസത്തെ വ്യത്യാസം വരുന്നുണ്ട്. കാരണം എപ്പോഴും 1-2 ദിവസത്തെ വ്യത്യാസം വരും ഈ
അസ്തമന ചന്ദ്ര ഉദയം കണക്കാക്കിയിട്ട് പിറ്റേ ദിവസം മാസം തുടങ്ങുന്ന കണക്ക് അറബികൾ പിൽക്കാലത്തും തുടർന്നു വന്നു. ഇത് മുഹമ്മദ് നബി തിരുത്തിയതായിരുന്നു. പക്ഷേ യൂറോപ്യന്മാരുടെ ഒക്കെ സ്വാധീനം കൊണ്ട് എങ്ങനെയോ നമ്മുടെ ഹിജ്റ കലണ്ടർ അല്ലെങ്കിൽ ചന്ദ്രമാസ കലണ്ടർ അവ്യക്തമാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടോ ആയിരിക്കാം അത്, അല്ലെങ്കിൽ അതിൻ്റെ പിന്നിൽ ഗൂഢമായ ആലോചനകൾ നടന്നിരിക്കാം. കാരണം ഗ്രിഗറി കലണ്ടറിൻ്റെ അപ്രമാദിത്വം ഉള്ള സാധനമാണ് എന്ന് സമർത്ഥിക്കാൻ വേണ്ടിയിട്ട് ചന്ദ്രമാസ കലണ്ടറിനെ അങ്ങേയറ്റം അവഗണിക്കുകയും അതിനെ നിസ്സാരവൽക്കരിക്കുകയും അത് അശാസ്ത്രീയമാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്യുക അവരുടെ ആവശ്യമാണ്. അതുകൊണ്ട് എപ്പോഴും സൂര്യാസ്തമന ശേഷം പടിഞ്ഞാറൻ ചക്രവാളത്തിൽ ചന്ദ്രനെ കണ്ടാൽ അത് മാസത്തിലെ അവസാന ദിവസമാണ് തീരുമാനിക്കുകയും പിറ്റേ ദിവസം 1-ാം തീയതി എന്ന് പറയുകയും ചെയ്യുന്ന അന്ധവിശ്വാസം, അഥവാ ജാഹിലിയ്യ കാലത്തുണ്ടായിരുന്ന ആ സമ്പ്രദായത്തിലേക്ക് തന്നെ മുസ്ലിം ലോകം പിന്നീട് വന്നതായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉള്ളത്. ഇവർ യൂറോപ്യന്മാരെ എടുത്ത് കൃത്യമായ കണക്കേതാണെന്നറിയോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരിച്ചല്ലോ. ആ കുട്ടി മരിച്ചത് AD 632 ജനുവരി 27 തിങ്കളാഴ്ചയാണ്. AD 632 ജനുവരി 27 തിങ്കളാഴ്ച. അത് കൃത്യമായിട്ട് ഇവർ കണക്കൂട്ടി. ഹിജ്റ 10-ാം വർഷം ഷവ്വാൽ 30. അതെന്തുകൊണ്ടാണ്? അന്ന് സൂര്യഗ്രഹണം ഉണ്ടായിട്ടുണ്ട്. സൂര്യഗ്രഹണം ഉണ്ടായ ദിവസമായിരുന്നു ഇബ്രാഹിം എന്ന് പറഞ്ഞ കുട്ടി മരിച്ചത്. അതില്ല, വളരെ വലിയ അടയാളമാണ്. അതുപോലെ വലിയ അടയാളമായിരുന്നു പ്രവാചകൻ ജനിച്ച ദിവസം പിന്നെ പൗർണമിയായിരുന്നു എന്നുള്ളത്, പൂർണ്ണചന്ദ്രനായിരുന്നു എന്നുള്ളത്. മരിച്ച ദിവസം പൗർണമിയായിരുന്നു. വളരെ യാദൃച്ഛികമായിട്ട് പ്രവാചകൻ ജനിച്ചത് തിങ്കളാഴ്ചയാണ് എന്നുള്ളത് ഒരുപാട് ഹദീസുകളിൽ വന്നിട്ടുണ്ട്, പ്രവാചക വചനങ്ങളിൽ വന്നിട്ടുണ്ട്. തിങ്കളാഴ്ച നോമ്പ് സുന്നത്താക്കിയ തന്നെ നബിയുടെ ജനനം നടന്ന തിങ്കളാഴ്ചയാണ് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ തിങ്കളാഴ്ച ദിവസത്തിൻ്റെ പ്രാധാന്യവും നബിയുടെ ജന്മതീയതിയിലും മരണതീയതിയിലും പൗർണമി നാളായതും ഇബ്രാഹിം എന്ന് പറയുന്ന കുട്ടി മരിച്ചപ്പോൾ സൂര്യഗ്രഹണം ഉണ്ടായതും കൃത്യമായ കണക്കിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രീയപരമായി നമുക്ക് തെളിവെടുക്കാൻ പറ്റും. ആനക്കലാ വർഷം റബീഉൽ അവ്വൽ 12-ാം തീയതി ആയിരുന്നു നബി ജനിച്ചതെന്ന് പറയുന്നത് ശരിയാവണമെങ്കിൽ അന്ന് പൗർണമി ഉണ്ടാകാൻ പാടില്ല. 12-ാം തീയതി ഒരിക്കലും എന്തുമില്ല, പൗർണമി ഉണ്ടാവില്ല. 14, 15, 16 തീയതികളിലാണ് പൗർണമി ഉണ്ടാവുക. ഒന്നുകിൽ മിക്കവാറും മാസങ്ങളിൽ 14-ാം തീയതി ഉണ്ടാവും, ചില മാസങ്ങളിൽ 15 ഉണ്ടാവും. വളരെ അപൂർവമായിട്ട് 16-ാം തീയതി ആയിരിക്കും പൗർണമി ഉണ്ടാവുക. 13-ാം തീയതിയോ 12-ാം തീയതി ഒരു കാരണത്താലും ഒരു കാലത്തും പൗർണമി ഉണ്ടാവില്ല. അപ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പൗർണമി നാളിൽ തിങ്കളാഴ്ചയാണ് ജനിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ശരി ഏതാണപ്പോൾ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് 5/5/570 എന്നാൽ ഞാൻ AD 570 മെയ് 5-ാം തീയതിയാണ് പ്രവാചകൻ ജനിക്കുന്നത്. ഇത് ശാസ്ത്രീയപരമായി തെളിയിക്കാൻ സാധിക്കും. കാരണം ഇന്ന് നമ്മളുടെ കണക്കുകളൊക്കെ അത്രയും അക്യുറേറ്റ് ആണ്. 1000 അല്ല 10,000 കൊല്ലം വരെ പിന്നോട്ടും 10,000 കൊല്ലം മുന്നോട്ടും എടുത്താലും കൃത്യമായിട്ട് ചന്ദ്രൻ്റെ വൃതിക്ഷയങ്ങളെ കണക്കാക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച തീയതി തിങ്കളാഴ്ചയായിരുന്നു. ആ തിങ്കളാഴ്ച യഥാർത്ഥത്തിൽ റബീഉൽ അവ്വൽ 14 അപ്പോൾ റബീഉൽ അവ്വൽ 14 പൗർണമി നാൾ തിങ്കളാഴ്ച. ഇവർ പറയുന്നത് പോലെ 12-ാം തീയതി ആണെങ്കിൽ ആ കൊല്ലം റബീഉൽ അവ്വൽ 12 ശനിയാഴ്ചയാണ്. അപ്പം എങ്ങനെ വ്യത്യാസമില്ലേ? അപ്പോൾ ഈ 12 എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ നമ്മൾ ആഘോഷിക്കുന്നത്. നബിയുടെ ജന്മദിനം ആഘോഷിക്കാൻ പാടുണ്ടോ അല്ലേ എന്നുള്ളത് മതപരമായ വേറെ വിഷയം നമുക്ക് ചർച്ച ചെയ്യാം. വഫാത്ത് തീയതിയും അതല്ല, വഫാത്ത് തീയതിയിലും നമ്മൾ കണക്കുകൾ തെറ്റിച്ചിട്ടുണ്ട്. തെറ്റായ രീതിയിലാണ് കണക്കൂട്ടപ്പെട്ടിരിക്കുന്നത്. അത് 12-ാം തീയതിയാണ് എന്ന് പലരും പറയുന്നുണ്ട്. 12-ാം തീയതി ആയതുകൊണ്ട് നബിയുടെ ജന്മദിനം തന്നെയാണ് നബിയുടെ മരണദിനവും. അതുകൊണ്ട് പിന്നെ ഈ അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്ന ആളുകൾ അല്ലെങ്കിൽ സുന്നികൾ എന്ന് പറയുന്ന ആളുകൾ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലെ സമസ്തക്കാരൊക്കെ റബീഉൽ അവ്വൽ 12 നബിയുടെ ജന്മദിനം എന്ന് പറയുന്ന ആഘോഷിക്കുന്നത് യഥാർത്ഥത്തിൽ തെറ്റാണ് എന്ന് ചില പണ്ഡിതന്മാർ ഭയങ്കരമായി വായൽ പറയാറുണ്ട്. സത്യത്തിൽ 2 കൂട്ടർ ഇട്ടിത്തപ്പാണ്. 2 കൂട്ടർ പറഞ്ഞത് തെറ്റാണ്. 12-ാം തീയതി എല്ലാ പ്രവാചകൻ ജനിച്ചത് റബീഉൽ അവ്വൽ 14 570 AD 5/5/570 നബിയുടെ ജനനം. മരണം നടന്നത് നാം നേരത്തെ പറയുകയും ചെയ്തു. അപ്പോൾ അത് കൃത്യമായിട്ട് AD 632 ജൂൺ 8-ാം തീയതി തിങ്കളാഴ്ചയാണ്. 2ഉം തിങ്കളാകണം, 2ഉം പൗർണമിയാകണം. ഇത് 2ഉം പ്രവാചകന്റെ മുഅ്ജിസത്തിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് അല്ലാഹു തആല ഏർപ്പാടാക്കിയത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് വഫാത്ത് തീയതി യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? പൗർണമിയായിരുന്നു, തിങ്കളാഴ്ചയായിരുന്നു. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 15-നാണത്, 14-നല്ല. ആ പൗർണമി ആ വർഷം നടന്നത് 15-നാണ്. അപ്പോൾ പൗർണമി നാളിൽ അത് തിങ്കളാഴ്ചയാണ്. ഇവർ പറയുന്ന മാതിരി റബീഉൽ അവ്വൽ 12-നാണ് നബിയുടെ മരണം സംഭവിച്ചിരിക്കുന്നതെങ്കിൽ അത് വെള്ളിയാഴ്ചയാണ്. എങ്ങനെ ശരിയാവുന്നു? ഇത് കൃത്യമായിട്ട് സയൻറ്റിഫിക്കലായിട്ട് ശാസ്ത്രീയപരമായിട്ട് ചന്ദ്രൻ്റെ കൃത്യമായ കണക്കനുസരിച്ച് കണക്കൂട്ടാൻ പറ്റുന്ന കാര്യമാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനന തീയതിയും ചരമ തീയതിയും
രണ്ടും തെറ്റാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ കൊണ്ടുനടക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടം ആളുകൾ അന്നത്തെ യൂസുഫ് നബിയുടെ മരണദിനത്തിൽ ദുഃഖിക്കാണ് വേണ്ടത്, അന്ന് ആഘോഷിക്കാൻ പാടില്ല എന്ന് പറയുന്നതും ശരിയല്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത് റബീഉൽ അവ്വൽ 14-നാണ്, മരിച്ചത് അതുപോലെ തന്നെ റബീഉൽ അവ്വൽ 15-നാണ്. രണ്ടും തിങ്കളാണ്, പൗർണമിയാണ്. ഇതാണ് നാം തിരുത്തപ്പെടേണ്ട ഒരു മഹായാഥാർത്ഥ്യം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൃത്യമായി ഈ കാര്യങ്ങൾ പഠിച്ച് പറയുന്നത്. ഇത് പിന്നെ വലിയ ശാസ്ത്രജ്ഞന്മാരായ ആളുകളൊക്കെ, ബൈറൂനി പോലെയുള്ള ആളുകളൊക്കെ ഈ തെറ്റ് തിരുത്തിയിട്ട് ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി ജീവിച്ച ദിവസം മൊത്തം എണ്ണി നോക്കിയാൽ മതി. നബി ജീവിച്ചത് 22,680 ദിവസമാണ്. അപ്പോൾ 64 വയസ്സ് നബിക്ക് പൂർത്തിയായിട്ടുണ്ട്. 354.37 അങ്ങനെയുള്ള ആ കണക്ക് പ്രകാരം കണക്കൂട്ടിയിട്ടുണ്ടെങ്കിൽ നബി കൃത്യമായിട്ട് 22,679.5 ദിവസം ജീവിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 22,680 ദിവസം നബി ജീവിച്ചിട്ടുണ്ട്. അതിന് നിങ്ങൾ 354 കൊണ്ട് ഹരിച്ചു നോക്കൂ, അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ ജനനം നടന്നത് AD 570 മെയ് 5-ാം തീയതി തിങ്കൾ പൗർണമിയിലാണ്, അഥവാ റബീഉൽ അവ്വൽ 14 തിങ്കളാഴ്ചയാണ്, പൗർണമിയാണ്. അതുപോലെ മരണം നടന്നത് AD 632 ജൂൺ 8-ാം തീയതിയാണ്, അന്ന് തിങ്കളാഴ്ചയാണ്, പൗർണമിയാണ്. അതാണ് റബീഉൽ അവ്വൽ 15 തിങ്കളാഴ്ച എന്ന് പറയുന്നത്. അപ്പോൾ ജന്മദിനം കൊണ്ടാട്ടക്കാരും ചരമദിനത്തിൽ ജന്മദിനം കൊണ്ടാടുന്നു എന്ന് ആക്ഷേപിക്കുന്നവരും യഥാർത്ഥത്തിൽ സത്യം എന്തെന്ന് അറിയില്ല. അവർ രണ്ടു കൂട്ടരും സത്യം മനസ്സിലാക്കാനാണ് ഞാനിപ്പോൾ ശ്രമിക്കുന്നതും പഠിപ്പിക്കുന്നതും. കാരണം ഈ കാര്യം നമ്മൾ ചരിത്രപരമായിട്ട് യാഥാർത്ഥ്യമാണ്. ഇത് തെളിയിക്കാനുള്ള എല്ലാ എവിഡൻസും നമ്മുടെ കൈകളിലുണ്ട്. കാരണം കലണ്ടറുകൾ നോക്കിയാൽ തന്നെ അത് പൂർണ്ണമായി ബോധ്യപ്പെടുകയും ചെയ്യും. വേണമെങ്കിൽ ഞാൻ തയ്യാറാക്കിയ മാനവ കലണ്ടർ പിന്നെ സമഗ്ര പഠനം എന്ന പുസ്തകത്തിൽ കൃത്യമായി തന്നെ ആ തീയതിയുടെ കലണ്ടർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഇപ്രകാരം വേണമെങ്കിൽ നമുക്ക് കാണാനും കഴിയും. നോക്കൂ നിങ്ങൾ, ആ കലണ്ടർ 53 BH കണ്ണിൽ ശരി 53 BH കൃത്യമായിട്ട് അടയാളപ്പെടുത്താൻ പറ്റും. 14-ാം തീയതി റബീഉൽ അവ്വൽ 14, അന്ന് 5-ാം തീയതിയാണ്, മെയ് 5-ാം തീയതിയാണ്, 570. ഇതാണ് അതിലെ കൃത്യമായ കണക്ക്. ഇനി മരണത്തിൻ്റെ തീയതിയും നമുക്ക് കൃത്യമായി രേഖപ്പെടുത്തിയിട്ട് കാണാൻ കഴിയും. അതും നമുക്ക് വ്യക്തമാക്കിയ കലണ്ടറുകൾ ഇന്ന് നമ്മുടെ കയ്യിൽ ലഭ്യമാണ്. നോക്കൂ നിങ്ങൾ, ഇതാ 632 ജൂൺ 8-ാം തീയതി, അന്ന് റബീഉൽ അവ്വൽ 15-ആണ്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇന്നത്തെ ശാസ്ത്രീയപരമായ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ വിഭാഗം ആളുകളും സത്യത്തിലേക്ക് തിരിച്ചെത്തണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ മാസത്തിലും ദിവസത്തിലുമൊക്കെയുള്ള ഈ പ്രത്യേകതകൾ അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് സംഭവിച്ചിരിക്കുകയാണ്. കാരണം ലോകത്തിന് മുഴുവൻ അനുഗ്രഹീതനായി വന്ന പ്രവാചകൻ എന്തായിരുന്നാലും അതേമാതിരി തന്നെയാണ് വേണ്ടത്. യൗമുൽ ഇസ്നൈൻ, തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ വേണ്ടി പറഞ്ഞതും അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുയിലൻ സോമിൽ ഇസ്നൈൻ, തിങ്കളാഴ്ച എന്തുകൊണ്ടാണ് നോമ്പ് നോൽക്കണമെന്ന് കാരണം പറഞ്ഞപ്പോൾ നബി പറഞ്ഞ ദാലിക യൗമിൻ ഉലിത്തു ഫീഹി ഉൻസില അലയ്യ ഫീഹി, ആ മാസത്തിലാണ് എനിക്ക് ഖുർആൻ ഇറങ്ങിയതും അതുപോലെ തന്നെ ആ ദിവസത്തിലാണ്, തിങ്കളാഴ്ചയാണ് എനിക്ക് ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്, അതുപോലെ തന്നെ ഞാൻ ജനിച്ചതും തിങ്കളാഴ്ചയാണ് എന്ന് ഇമാം അഹ്മദ്, ഇമാം മുസ്ലിം, അബൂദാവൂദ് എന്നിവർ രേഖപ്പെടുത്തിയ ഹദീസിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ തിങ്കളാഴ്ചയാകണം, അന്ന് പൗർണമിയാണ് എന്ന് എല്ലാ ചരിത്രകാരന്മാരും ഐക്യകണ്ഠേന തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് അത് ഒന്നുകൂടി ഞാൻ ആവർത്തിക്കുന്നു, ജനനം നടന്നത് റബീഉൽ അവ്വൽ 14 തിങ്കളാഴ്ച പൗർണമി നാളിലാണ്. മരണം നടന്നത് റബീഉൽ അവ്വൽ ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 15-ാം തീയതി തിങ്കളാഴ്ച പൗർണമി നാളിലാണ്. ഇതാണ് പ്രവാചകന്റെ ജന്മതീയതിയും വഫാത്ത് തീയതിയും നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കി അതുപോലെ പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹം അവൻ നൽകുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.